ഇനി ഒരു ദിവസത്തെ ഡ്രൈവിംഗ് ടൈമിനെ പറ്റിയിട്ട് ഞാൻ പറയാം. അതായത് ഒരു എക്സാമ്പിളായിട്ട് വിചാരിക്കാം, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ 4.5 മണിക്കൂർ ഞാൻ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്തു. 4.5 മണിക്കൂർ എനിക്ക് മാക്സിമം ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് ഡ്രൈവിംഗ് മാത്രമാണ് ഞാൻ പറയണത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ട്രാഫിക്കിൽ ഞാനൊരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഡ്രൈവിംഗ് ആയിട്ട് കൂട്ടില്ല, അത് അതർ വർക്കായിട്ട് മാറുള്ളൂ. കണ്ടിന്യൂസ് 4.5 മണിക്കൂർ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ കാസർഗോഡ് എത്തി ഒരു 45 മിനിറ്റ് ഞാൻ ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കാർഡ് വീണ്ടും റീസെറ്റ് ആവും. എനിക്ക് വീണ്ടും 4.5 മണിക്കൂർ ഓടിക്കാൻ പറ്റും. അപ്പം ഞാൻ കാസർഗോഡ് നിന്ന് തിരിച്ച് ഞാൻ എറണാകുളത്തെത്തിയപ്പോൾ ഒരു 2 മണിക്കൂറാണ് ഡ്രൈവിംഗ് ടൈം എൻ്റെ പോയെന്ന് വിചാരിക്കാം. ഞാനൊരു എറണാകുളത്ത് ഒരു 15 മിനിറ്റ് ഞാൻ ബ്രേക്ക് എടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഡ്രൈവിംഗ് കണ്ടിന്യൂ ചെയ്ത് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ വീണ്ടും ഒരു 2.5 മണിക്കൂർ. അങ്ങനെ മൊത്തം എൻ്റെ 4.5 മണിക്കൂർ വീണ്ടും കഴിഞ്ഞു. പിന്നീട് ഞാനൊരു 30 മിനിറ്റും കൂടെ ബ്രേക്ക് എടുത്താൽ മതി. കാരണം ഞാൻ 15 മിനിറ്റ് എടുത്തത് കൊണ്ട് പിന്നീട് എനിക്കൊരു 30 മിനിറ്റും കൂടെ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ കാർഡ് റീസെറ്റ് ആവും. പിന്നെ ആ ദിവസം എനിക്ക് 1 മണിക്കൂറും കൂടെ ബാക്കിയുണ്ട് ഓടിക്കാനായിട്ട്, മാക്സിമം 10 മണിക്കൂറിൻ്റെ കണക്കിൽ. അതാണ് സ്പ്ലിറ്റായിട്ട് നമ്മൾ ബ്രേക്ക് എടുക്കുന്നത്. 15-30 ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ബ്രേക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും 30 ആദ്യവും പിന്നെ 15 എടുത്ത് 45 ആക്കാൻ നമുക്ക് പറ്റില്ല. ആദ്യത്തെ ബ്രേക്ക് 15 മിനിറ്റും രണ്ടാമത്തെ ബ്രേക്ക് 30 മിനിറ്റും ആയിരിക്കണം. അതല്ലെങ്കിൽ കണ്ടിന്യൂസ് 45 മിനിറ്റിൻ്റെ ബ്രേക്ക് എടുത്തിരിക്കണം.